കൂട്ടത്തോടെ സർവീസുകൾ റദ്ദാക്കി ഇൻഡിഗോയുടെ നടപടി സൗദിയിലെ സർവീസുകളെയും ബാധിച്ചു. ജിദ്ദയിൽ നിന്നും ദമാമിൽ നിന്നുമുള്ള സർവീസുകളെയാണ് ഇൻഡിഗോയുടെ നീക്കം ബാധിച്ചത്. സൗദിയിൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടാലോ വൈകിയാലോ യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിന് സൗദിയിലെ നിയമമനുസരിച്ച് അർഹതയുണ്ട്. റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി മറ്റ് വിവരങ്ങൾ നൽകും. ഇൻഡിഗോ വിമാന കമ്പനിയുടെ കൂട്ട വിമാന റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ ആ ഒരു പ്രശ്നം സൗദിയെയും ബാധിച്ചിരിക്കുകയാണ്. ജിദ്ദയിൽ നിന്നടക്കമുള്ള സർവീസുകൾ മണിക്കൂറുകളോളമാണ് വൈകിയത്. ഇതുവരെ സർവീസുകൾ പുറപ്പെട്ടിട്ടില്ല. ഇത് സമാന പ്രശ്നങ്ങളാണ് ദമാമിൽ നിന്നുള്ള യാത്രക്കാരും നേരിടുന്നത്. അതോടൊപ്പം തന്നെ പല വിമാനങ്ങളും വഴിതിരിച്ച് വിട്ടതും യാത്രക്കാരെ വലച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന സർവീസുകളിലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഈ നിലവിലെ സൗദിയിലെ നിയമം അനുസരിച്ച്, സിവിൽ ഏവിയേഷൻ നിയമം അനുസരിച്ച് ഈ രീതിയിലുള്ള സാഹചര്യങ്ങളിൽ വിമാനം വൈകുകയോ അതുപോലെ തന്നെ റദ്ദ് ചെയ്യുകയാണെങ്കിൽ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നിയമം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരത്തിനുള്ള അവകാശം ഓരോ യാത്രക്കാരനും ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് ടിക്കറ്റ് നിരക്കിനോടൊപ്പം തന്നെ 1.5 ഇരട്ടി നഷ്ടപരിഹാരമായി ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഇതിനായി വിമാന കമ്പനികളിലേക്ക് ആദ്യം പരാതി നൽകേണ്ടതുണ്ട്. ഈ പരാതി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ ഇത്തരം നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചതിന് ശേഷവും നഷ്ടപരിഹാരം ലഭിക്കാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഡോക്യുമെന്റുകൾ സമർപ്പിച്ചാൽ സിവിൽ ഏവിയേഷന്റെ മേൽനോട്ടത്തിൽ ഈ ഒരു നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കും. ഇത്തരത്തിലുള്ള ഒരു നിയമം നിലവിൽ സൗദിയിൽ ഉണ്ട്. സൗദിയുടെ കാര്യത്തിൽ ഈ ഒരു ആശങ്കക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ട്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ്.